ഡാഡിയുടെ ഡെത്ത് ആനിവേഴ്സറി നാളെയാണ്. കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കണം. വൈകിട്ട് ഞാൻ ടൗണിലേക്ക് പോകും. മറ്റന്നാൾ രാവിലെ തിരിച്ചു വരും. അതുവരെ കുട്ടികൾ. താൻ ധൈര്യമായിട്ട് വയ്ക്കോ, അവരെ ഞാൻ നോക്കിക്കോളാം. അല്ലെ കുഞ്ഞാപ്പി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്തിനാ കുഞ്ഞാപ്പി? കുട്ടികൾക്ക് ഇപ്പൊ ഞാനും താനും ഒന്നും വേണമെന്നില്ല. മൊത്തം ചായ വേറൊരിടത്തേക്കല്ലേ. ആനിമോളെ അവളുണ്ടാവുമല്ലോ ഭരണത്തിന്. ഇന്നും വരില്ലേ ചേച്ചി? മെനിഞ്ഞാന്ന് വരാന്ന് പറഞ്ഞല്ലേ, എന്താ വരാത്തെ? ഇന്ന് ഉറപ്പായിട്ട് വരും. അല്ലെങ്കിൽ നോക്കിക്കോ. വരണില്ലല്ലോ. വരും, ഞാനല്ലേ പറയുന്നത്. മോൾക്കറിയാതെ. ഇനിയിപ്പോ വരില്ലായിരിക്കോ? അവിടെ ചിലപ്പോ വല്ല ജോലിയും കിട്ടിക്കാണും. നീ നിന്റെ കരുനാക്കം വെച്ചൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വന്നില്ല അല്ലേ? ഇല്ല. കുഞ്ഞാപ്പിച്ചേട്ടൻ വന്നില്ലേ? ഇനി നമുക്ക് പോകാം. വേണ്ട, ചേച്ചി ചേട്ടൻ വന്നിട്ട് പോയാ മതി. ചേച്ചി പൊക്കോട്ടെ മക്കളെ. ഞാൻ നാളെ കാലത്തേ ഇനി വരാം. വേണ്ട ചേച്ചി, ഇന്ന് പോണ്ട. ശരി, വരൂ. അവനിങ്ങി വരുമെന്നേ. അതിന് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? പോയിട്ട് ഒരാഴ്ചയായി ഇപ്പൊ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടായി കാണും. അല്ലാണ്ട് അവനെന്തിനാ വൈകുന്നത്? നിന്റെ ഈ പാവം മട്ടൊക്കെ കണ്ട അവൻ ഇനി വരില്ലാന്ന് തോന്നും. അത്രയ്ക്ക് അങ്ങനെ അടുത്ത് പോയല്ലേ? അതല്ല, പിള്ളേരാകെ സങ്കടപ്പെട്ടിരിക്കുക. പിള്ളേര് മനസ്സിലായി. ഇതെവിടെ ആയിരുന്നല്ലോ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വരാൻ വൈകുന്നുണ്ട്. ആ കാര്യം പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. ആ പെണ്ണാണെ കരഞ്ഞ് കരഞ്ഞ് പകുതിയായി. കുട്ടികളുടെ കാര്യം പറയാനുമില്ല. കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? എന്തായിരുന്നു അവിടെ ഇത്ര മലമറിക്കുന്ന പണി? എന്താണോ? സ്വപ്നം കാണാനുള്ള ഭാഗ്യം മാത്രമേ എനിക്കുള്ളൂ ഫാദർ. എന്റെ കുട്ടികൾ, അവരെ കുറിച്ച് ഓർക്കുമ്പോ. എബി, താൻ എന്താണ് ഈ പറയുന്നേ? തനിക്ക് എന്ത് പറ്റി? എനിക്കറിഞ്ഞൂടാ. അന്ന് വൈകിട്ടത്തെ വണ്ടിക്ക് തന്നെ തിരിച്ചു പോരാൻ പുറപ്പെട്ടതാണ്. വഴിയിൽ എവിടെയോ തലചുറ്റി വീണു. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ ഏതോ ഹോസ്പിറ്റലിലെ ബെഡിൽ. എന്താണ് സംഭവിച്ചെന്നറിയില്ല. പിറ്റേന്ന് അവരെന്നെ മെഡിക്കൽ കോളേജിലാക്കി. 3-4 ദിവസം ടെസ്റ്റും പരിശോധനയും. ഒടുവിൽ ഡോക്ടേഴ്സ് പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. വൈകിപ്പോയത്രേ, ഒത്തിരി വൈകിപ്പോയി. നിമിഷങ്ങൾ, ചിലപ്പോൾ ദിവസങ്ങൾ, അത്ര ഇനി ബാക്കിയുണ്ടാവും. ഹാർട്ടിനാണ് തകരാറ്. സാധാരണ മട്ടിൽ ഇത്രയും നാൾ ഞാൻ ജീവിച്ചു എന്നതിലാണ് ഡോക്ടർമാർക്ക് അത്ഭുതം. ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ അവരെന്നെ അനുവദിച്ചില്ല. 1-2 ദിവസം ഞാൻ പിടിച്ചു നിന്നു. ഹോസ്പിറ്റലിലെ അപരിചിതമായ ലോകത്ത് മരണം കാത്തുകിടക്കാൻ പേടിയായി. കുട്ടികളെ കാണണം തോന്നി. സ്നേഹിക്കുന്ന എല്ലാരെയും കാണണം തോന്നി. രാത്രി ആരും കാണാതെ ഇറങ്ങിപ്പോന്നു. ആരെയും അറിയിക്കരുതെന്ന് കരുതിയതാണ്. ഇവിടെ വന്ന് പഴയതുപോലെ ചിരിച്ച് കളിച്ച് പാട്ടുപാടി തമാശകൾ പറഞ്ഞ് ഒരു നിമിഷം പെട്ടെന്നില്ലാതാവുക.
ചേട്ടൻ വന്നു. പിണക്കം എല്ലാരും? ചേട്ടന് പറഞ്ഞ സമയത്ത് വരാൻ പറ്റിയില്ല. മക്കള് വിഷമിച്ചോ? ഇതാ നോക്കിയേ, ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്. കളിപ്പാട്ടങ്ങള്, കളർ പെൻസിൽ, വാട്ടർ ബോട്ടിൽ, പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പിണക്കം മാറിയില്ലേ? കുട്ടികൾക്കുള്ളത് വാങ്ങിയപ്പോ ആനിക്കും എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നി. സാരിയാ. സാരി ഉടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല, ഉടുക്കുമെന്നും അറിയില്ല. എങ്കിലും ഒരു ആഗ്രഹം തോന്നി, വാങ്ങി. ആനിക്കും എന്നോട് പിണക്ക? ആരും പിണങ്ങണ്ട. ഇനി ഞാൻ എങ്ങും പോവില്ല. പോരെ? ഇനിയും പിണക്കം മാറിയില്ലേ? ശരി. ദേ, ചേട്ടൻ ഏത്ത വിടാൻ പോവാ. ഞങ്ങളുടെ Attention! Show your marks. ക്ലാസ്സിൽ ഞങ്ങളെ ഏറ്റവും ഫസ്റ്റ്. ഒന്ന് തുള്ളിച്ചാടേ ബി. ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ? ചേട്ടന് സന്തോഷമായി. എന്റെ മക്കള് മിടുക്കന്മാരാ. കണ്ടോ കണ്ടോ, എന്റെ മക്കള്. എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ ഇങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ അവർക്ക് വേണം. ഇല്ല, ക്രെഡിറ്റ് മുഴുവൻ ആനി എടുത്തോളൂ. എനിക്കൊന്നും വേണ്ട. അതൊക്കൂല. നമുക്ക് പങ്കിട്ടെടുക്കാം. എല്ലാം പങ്കുവെക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. എബി, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? എങ്ങനെ വേണം പറഞ്ഞേ? എല്ലാ ആനിയുടെ ഇഷ്ടത്തിന് വിട്ടുതന്നിരിക്കുന്നു. എങ്കിലൊരു കാര്യം ചെയ്യാം. 2 ദിവസത്തിനകം എന്റെ റിസൾട്ടും വരും. ക്ലാസ് ഉറപ്പാ. രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. എന്താ? ചെറിയ തോതിലൊന്നും പോരാ, ഗംഭീരമാക്കണം. ശരിക്കും ഒരു ഫെസ്റ്റിവൽ. ഇവിടെ ഒരു കൊച്ചു സ്വർഗമുണ്ടെന്ന് ഈ ലോകം മുഴുവനും അറിയണം. നമ്മുടെ ഈ സ്വർഗത്തിന് ഞാനൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഹെവൻ ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങളുടെ സ്വർഗം. എന്താ എബിയൊന്നും മിണ്ടാത്തത്? ഏയ്, ഒന്നുമില്ല. നിങ്ങൾ പോയി ഉടുപ്പൊക്കെ മാറ്. പിന്നെ ആന്റിയോടും അങ്കിളിനോടും എല്ലാം പറഞ്ഞു. ആദ്യം കുറെ ബഹളം ഉണ്ടാക്കി. പിന്നെ ഞാൻ അവസാനത്തെ ആയുധം പുറത്തെടുത്തു. സെന്റിമെന്റ്. കരച്ചില്, മൂക്കുവീഴ്ച്ചില്. അതില് രണ്ടുപേരും വീണു. അങ്കിൾ എബിയെ കാണാനിരിക്കുക. മറ്റന്നാ ഞാനും അങ്കിളും ബാംഗ്ലൂർക്ക് പോവും. എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് പോരാൻ. പിന്നെ പോകണ്ടല്ലോ. ഒരാഴ്ച ചെറിയൊരു വിരഹം. തിരിച്ചു വന്ന എത്രയും വേഗം കാര്യങ്ങളങ്ങ് നടത്തണം. ഹെവൻ ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങൾ കൊണ്ട് സ്വർഗം പണിയാൻ പാവം കുട്ടി. അവൾ ഓടി വരും. എന്തു പറഞ്ഞാണച്ചോ ഞാൻ അവളെ ആശ്വസിപ്പിക്കുക? ആനിയുടെ കാര്യം പോട്ടെ. ആദ്യം കുറെ കരയും. കുറെ കഴിയുമ്പോ എല്ലാം മറക്കും.
ഇതിനേക്കാളും നല്ലൊരു ജീവിതം അവൾക്കുണ്ടാകും. പക്ഷേ കുട്ടികൾ, അവർക്ക് ഞാനില്ലെങ്കിൽ പിന്നെ ആരുണ്ട്? അച്ഛനുണ്ടാവും, പക്ഷെ അവർക്ക് വേണ്ടി ജീവിക്കാൻ അച്ഛനാവില്ലല്ലോ. എല്ലാവരും പഠിക്കാൻ മിടുക്കന്മാരാ. പക്ഷെ വീണ്ടും തെരുവിലിറങ്ങിയാൽ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എബി, നീ വെറുതെ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. ഞാൻ പറയുന്ന കേക്ക്. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ആശുപത്രി പോവാം. കർത്താവ് കരുണയുള്ളവനാ. വേണ്ട അച്ഛോ, മരണം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ലല്ലോ. നീട്ടിവെക്കാൻ കഴിഞ്ഞേക്കും. എത്ര നാളത്തേക്ക്? വേണ്ട, ഇനി അധിക സമയമില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാനെങ്ങോട്ടുമില്ല. അവസാന നിമിഷങ്ങൾ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛോ. മോനെ, എന്നെക്കുറിച്ച് ഓർത്ത് അച്ഛൻ ദുഃഖിക്കരുത്. കുട്ടികൾ, അവരുടെ കാര്യം ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. അവരെ ഓർഫനേജിലാക്കണം. അച്ഛൻ ആദ്യം അത് പറഞ്ഞപ്പോ ഞാൻ എതിർത്തു. അനാഥരെന്ന മേൽവിലാസവുമായി അവർ വളരരുത് എന്നെനിക്ക് മോഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഇല്ല. അവർ അനാഥരാണ്. They are orphans. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അവിടെ നിങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ടാവും. അവരുടെ കൂടെ കളിക്കാം, സ്കൂളിൽ പോകാം. തൊട്ടടുത്ത സ്കൂള്. വേണ്ട, എബിച്ചേട്ടൻ ഉണ്ടാവില്ലല്ലോ അവിടെ. ചേട്ടൻ അത്യാവശ്യമായ ഒരിടം വരെ പോവുകയല്ലേ. വരാൻ ചിലപ്പോൾ വൈകും. അതുവരെ നിങ്ങൾ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? അത് സാരില്ല, അനിമോളേച്ചില്ലേ? ചേച്ചി ബാംഗ്ലൂർ പോയിരിക്കല്ലേ. നാളെ അച്ഛൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങള് പോവില്ല. പോണം. ചേട്ടനല്ലേ പറയുന്നത്. നിങ്ങൾക്ക് മിടുക്കം വരാവണ്ടേ, പഠിച്ചു വലിയ ആൾക്കാരാവണ്ടേ. ചേട്ടൻ എപ്പോഴാ തിരിച്ചു വരിക? കേട്ടതൊക്കെ സത്യമാണോ? അല്ലാന്ന് പറയവേ. എല്ലാവരെയും പറ്റിക്കാൻ വെറുതെ കള്ളം പറഞ്ഞല്ലേ. ആന്റി പറഞ്ഞ അറിഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഇല്ല, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എബിക്കൊന്നുമില്ല, എന്റെ എബിക്കൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴാ വന്നത്? എന്നാലും ഞാൻ ഇത്രയും വൈകി അറിയണമായിരുന്നു. ഇത്ര കന്യായിട്ടാണോ എന്നെ കരുതിയത്? കരയരുത്. നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ട ബേബി.
എനിക്ക് പേടിയാവുന്നു. കുട്ടികളെ ഓർഫനേജിലാക്കിയല്ലേ, ഞാൻ എങ്ങോട്ട് പോവും? എവിടെ പോയാലും ഞങ്ങൾക്ക് എബിയെ മറക്കാൻ പറ്റുമോ? കുട്ടികളെ കാണാതെ എബിക്ക് മനസ്സമാധാനത്തോടെ കഴിയാൻ പറ്റുമോ? എന്തിനാ അവരെ പറഞ്ഞയച്ചത്? അവർക്ക് ഞാനില്ലേ? ഞാൻ പോയി അവരെ വിളിച്ചോണ്ട് വരട്ടെ. വേണ്ട. കൈ നിറയെ സമ്മാനങ്ങളുമായി ചേട്ടൻ വേഗം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അവർ പോയിരിക്കുന്നത്. അവരൊന്നും അറിയരുത്. കാണാതാകുമ്പോൾ, കാത്തു കാത്തു മടുക്കുമ്പോൾ ക്രമേണ അവർ ചേട്ടനെ മറന്നുകൊള്ളൂ. പിന്നീട് എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമാകുമ്പോൾ വെറും ഒരു ഓർമ്മ മാത്രമായി അവരുടെ മനസ്സിൽ ഞാനുണ്ടാകും. അത് മതി. ആനി പൊയ്ക്കോളൂ. നേരെ ഒരുപാടായി. ഇല്ല, തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല. പോകാൻ എനിക്ക് പേടിയാ. ഒരു നിമിഷം കണ്ണൊന്നടയ്ക്കാൻ കൂടി പേടിയാവുന്നു. അതിനിടയിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പൊയ്ക്കളഞ്ഞാലോ? പോവോ എബി? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവോ? കണ്ടു മതിയായില്ല, സ്നേഹിച്ച് മതിയായില്ല. ആനി, ചേട്ടാ, 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 ചേട്ടനെ കാണില്ല ചേച്ചി. എവിടെ? അതാ എബി